വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജുലേൻ. ഹിന്ദി എജുലേനിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ SSLC ഹിന്ദിയുടെ 1ാം യൂണിറ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കണം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ. നമുക്കറിയാം 10th ടെക്സ്റ്റ് ബുക്കിൽ 5ഓളം യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ബീർ ബഹുഡി എന്ന് പറയുന്ന കഥയുണ്ട്. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന ഒരു ടിപ്പണി പഠിക്കാനുണ്ട്. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഒരു കവിത പഠിക്കാനുണ്ട്. ഈ 3 പാഠഭാഗത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. വരും ദിവസങ്ങളിൽ നമുക്ക് ആ 4 യൂണിറ്റുകളുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആദ്യം ഒരു കഹാനിയാണ് പഠിക്കാനുള്ളത്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറിയാണല്ലേ. സ്റ്റോറിയുടെ പേരെന്തായിരുന്നു? ബീർ ബഹുഡി. ബീർ ബഹുഡി എന്ന കഥ എഴുതിയതാരാണ്? പ്രഭാതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര ചാപ്റ്റർ ഉണ്ടോ അത്രയും ചാപ്റ്ററിൻ്റെ എഴുതിയ ആളുകളെ പഠിച്ചു വെച്ചിരിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ 1 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. 1ാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്റർ ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിലെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. അതിലെ 1ാമത്തെ കഥയായ ബീർ ബഹുഡി എഴുതിയിരിക്കുന്ന രചയിതാവാണ് പ്രഭാത്. അപ്പോൾ അത് പഠിച്ചു വെച്ചോളുക. പ്രഭാത്. പാഠഭാഗം എന്താണ്? കഹാനിയാണ്. ഇതേ മോഡലിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. എഴുതിയിരിക്കുന്നത് ആരാണ്? നരേഷ് സക്സേന. പാഠഭാഗം എന്താണ്? ടിപ്പണിയാണ്. ഓക്കെ. അപ്പം നരേഷ് സക്സേന, ടിപ്പണി, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അങ്ങനെ വരുമ്പോൾ ഈ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എഴുതിയ കവി ആരാണ്? ധർമ്മവീർ ഭാരതി. അതെന്താണ്? കവിതയാണ്. അപ്പോൾ ആദ്യമേ തന്നെ പഠിച്ചോളൂ. പ്രഭാത് ബീർ ബഹുഡി കഹാനി. പ്രഭാത് എഴുതിയ ബീർ ബഹുഡി കഹാനിയാണ്. സെക്കൻഡ് വൺ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, ടിപ്പണി നരേഷ് സക്സേന. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന കവിത ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അത് വിനോദ് കുമാർ ശുക്ലാണ് കേട്ടോ. അപ്പോൾ ടിപ്പണി ചോദിച്ചാലാണ് നമ്മൾ നരേഷ് സക്സേനയെ എഴുതുക. ഓക്കെ. തേർഡ് വൺ ടൂട്ടാ പഹിയ കവിത ധർമ്മവീർ ഭാരതി. ഓക്കെ. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1ാം പാഠത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? നമുക്കറിയാം, ആ പാഠഭാഗം എല്ലാവർക്കും അറിയാം അല്ലേ. സുന്ദരമായൊരു സൗഹൃദത്തിൻ്റെ കഥയാണ്. എന്താണ് സൗഹൃദം? ദോസ്തിയാണ് കേട്ടോ. ആ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? ദോസ്തിയാണ്. അങ്ങനെയാണെങ്കിൽ കഥാപാത്രങ്ങളെ പഠിച്ചു വെച്ചേക്കുക. അതിലേതൊക്കെ കഥാപാത്രങ്ങളുണ്ട്? സാഹിൽ ഉണ്ട്, ബേല ഉണ്ട്. സാഹിൽ ഏക് ലഡ്കാ ഹേ, ബേല ഏക് ലഡ്കി ഹേ. ദുകാൻദാർ ഉണ്ട്. സുരേന്ദർ ജി മാഡ് സാബ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകണം. കാരണം ആ 2 കുട്ടികൾ പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ്? 5വീം കക്ഷ. അത് ഓർത്ത് വെക്കുക. ദോനോ ബच्चे 5വീം കക്ഷ में പഠിത്തേ ഹേ. വേ കഹാ കെ നിവാസി ദേ. അവർ എവിടെ താമസിക്കുന്നവരായിരുന്നു? അപ്പോൾ സ്ഥലപ്പേര് ഓർത്ത് വെച്ചേക്കുക. ഫുലേര. ഏതാണ്? ഫുലേര. അതുപോലെ തന്നെ ഇവർ എന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് വയലിലേക്ക് പോകാറുള്ളത്? ബീർ ബഹുഡി. വയലിന് എന്താണ് നമ്മൾ പറയുക? ഖേത്ത്. അപ്പോൾ ദോനോ ബच्चे സ്കൂൾ ജാത്തെ സമയം ഖേത്ത് മേ ജാത്തെ ഹേ ക്യോം. എന്തിനാണ് പോകുന്നത്? ബീർ ബഹുഡി കോ ദേഖ്നെ കെ ലിയെ. ബീർ ബഹുഡിയെ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ബീർ ബഹുഡിയുടെ പ്രത്യേകത ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സുർക്ക്, മുലായം, ഗദ്ബദി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അത് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ മഴയുടെ ചിത്രീകരണം എങ്ങനെയാണ് ആ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളുടെ പാരഗ്രാഫിൽ ഏകദേശം ഉത്തരമൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ബീർ ബഹുഡിയുടെ വിശേഷത ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. ബേലയും സാഹിലും ബീർ ബഹുഡിയെ നോക്കുന്ന സമയത്ത് അവരുടെ കോൺവെർസേഷൻ, ബാത്ചീത്ത് ഇമ്പോർട്ടൻ്റ് ആയതാണ് അല്ലേ. ബേല ദേഖോ ഇസ് ബീർ ബഹുഡി കാ രംഗ് തുമാരെ റിബൻ കാ ജൈസാ ലാൽ ഹേ എന്നൊക്കെ പറയുന്നില്ലേ. ആ ഭാഗത്തെ ഒരു കോൺവെർസേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ടൈമിലെ പട്കഥ. എന്താണ് പട്കഥ? സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയും അല്ലേ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. പിന്നെ വരുമ്പോൾ നമ്മുടെ ഫുലേരയെക്കുറിച്ചുള്ളൊരു ഭാഗം വർണ്ണിച്ചിട്ടുണ്ട്. ഫുലേര ജംഗ്ഷൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും നിങ്ങൾക്ക് പാരഗ്രാഫ് തന്നിട്ടാണ് ചോദിക്കുകയെങ്കിൽ അതും സുഖമായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റുന്ന ഒന്നാണ്.
ഇവർ കടയിലെത്തുന്നുണ്ട്. ദുക്കാൻദാറും ഇവരും തമ്മിലുള്ള കോൺവെർസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഭാഗത്തിൻ്റെ പട്കഥ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവണം. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ് ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ എന്ന് പറയുന്ന ആ കടക്കാരൻ പറയുന്ന ഒരു ഭാഗം, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വച്ചേക്കുക. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് സ്കൂളിലെ അവരുടെ ഗണിത അധ്യാപകനെ കുറിച്ചാണ്. ഗണിത അധ്യാപക കാ നാം ക്യാ ഹെ? സുരേന്ദർ ജി മാട്ട് സാബ്. ഗണിതം പഠിപ്പിച്ചിരുന്നത് എപ്പോഴാണ്? ഗേൽഗണ്ടി കെ ബാദാണ് അല്ലേ. സുരേന്ദർജിയുടെ സ്വഭാവ സവിശേഷത എഴുതാൻ ചോദിച്ചേക്കും. സുരേന്ദർജി കി വ്യവഹാർ, സുരേന്ദർജി എങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന് നമുക്കറിയാം. അദ്ദേഹം വന്നു കഴിഞ്ഞ പാടെ ബുക്കൊക്കെ പരിശോധിക്കും, തെറ്റുകളുണ്ടെങ്കിൽ കുട്ടികളെ നല്ലോണം മർദ്ദിക്കുമായിരുന്നു. ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നെ ആ ദിവസം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. സുരേന്ദർജി വന്ന അന്ന് ബേലയ്ക്ക് ഒരു സങ്കടകരമായൊരു ദിവസമായിരുന്നു. ആ ദിവസത്തെ ഡയറിയുടെ രൂപത്തിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ തൻ്റെ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് ബേല തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന കത്തിൻ്റെ രൂപത്തിൽ ചോദിച്ചേക്കാം. പിന്നീട് ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിൽ വന്ന സമയത്ത് ബേലയുടെ തലയിൽ ഒരു വലിയ കെട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എവിടെയാണ്? സിർപ്പർ. എന്താ ഉണ്ടായിരുന്നത്? സഫേദ് പട്ടി. ആ സമയത്ത് അവരുടെ കോൺവെർസേഷൻ, ബേലയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഛത്ത് സേ ഗിർ ഗയി, അവൾ ടെറസിൽ നിന്ന് വീണതായിരുന്നു അതിൻ്റെ കാരണം. അപ്പം അങ്ങനെയുള്ള വൺ വേഡുകളൊക്കെ വരും. ബേലയെ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ കളിയാക്കിയത്? സഫേദ് പറ്റി, സുൽത്താന ഡാക്കു എന്നൊക്കെ വിളിച്ചിട്ട് അവളെ കളിയാക്കിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ പിന്നീട് ഒരു ഞായറാഴ്ച സാഹിലിന് ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. അവന് കാലിൽ മുറിവുണ്ടാവുകയാണ് അല്ലേ. അത് എങ്ങനെയാണെന്നും ചോദിക്കും, എവിടെയാണെന്നും ചോദിക്കും. എവിടെയാണ് മുറിവ് സംഭവിച്ചത്? പിണ്ടലിയിലാണ് കേട്ടോ. എങ്ങനെയാണ്? അവൻ നീമക്ക് ഡാലിപ്പർ ചൂബ് രഹാദ, അവനിങ്ങനെ ആ വേപ്പ് മരത്തിൽ ഊഞ്ഞാലാടിയ സമയത്ത് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീല് ഉസ്കി പിണ്ടലി പർ ലഗ് ഗയി, പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി അവൻ്റെ കാലിൽ തുളഞ്ഞു കയറുകയാണ്, പിണ്ടലിയിൽ. അങ്ങനെയാണ് അവന് മുറിവുണ്ടായത്. അങ്ങനെ ഈ രണ്ട് വെള്ളക്കെട്ടുകാരായ കുട്ടികളെ എപ്പോഴും സ്കൂളിൽ ഒരുമിച്ച് കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഡയറി വന്നാലും ടിപ്പണിയുടെ രൂപത്തിൽ വന്നാലും ഒക്കെ എഴുതാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരും. 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാകും. പിന്നെ ഇവർ ഗാന്ധി ചൗക്കിൽ കളിക്കാൻ പോകുന്നു. അവരുടെ സൗഹൃദത്തെക്കുറിച്ച് ടിപ്പണി ചോദിച്ചേക്കും കേട്ടോ. ബേല സാഹിലിൻ്റെ സൗഹൃദം, ദോസ്തിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ അറിയണം. അതുപോലെ തന്നെ ബേലയുടെ ഒറ്റയ്ക്ക് ചരിത്രചിത്രൻ അല്ലെങ്കിൽ ചരിത്രഗതി വിശേഷതായും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ സാഹിലിനെക്കുറിച്ച് ചോദിച്ചേക്കാം. അതും നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നീട് ഇവരുടെ റിസൾട്ട് വരുന്ന ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ്, പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. റിസൾട്ട് വന്ന ദിവസത്തെ സാഹിലിൻ്റെ ഡയറി അല്ലെങ്കിൽ ബേലയുടെ ഡയറി, അതല്ല എങ്കിൽ ആ ഭാഗത്തിൻ്റെ പട്കഥ തയ്യാറാക്കാൻ, അതല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാൻ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. 2 പേർക്കും സങ്കടകരമാകുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ഇവർ ജയിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ നിന്നും വിട്ടു പോകേണ്ടതായി വരികയാണ്. കാരണം എന്താ? ഈ സ്കൂള് 5വീं തക്ക് ഹീത, 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കാരണം. 2 കുട്ടികളും അവിടുന്ന് വേർപിരിയുകയാണ്. ഒരുപാട് സങ്കടകരമായൊരു നിമിഷം. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഇവിടെ ഇത്രയും ഭാഗമാണ് പറയുന്നതെങ്കിൽ പോലും ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അടുത്ത വർഷം സാഹിൽ എവിടെയാണ് പഠിക്കുക? അജ്മീറിലാണ്. എന്നാൽ ബേല എവിടെയാണ്? ഫുലേരയിൽ തന്നെയുള്ള രാജകീയ കന്യാ പാഠശാലയിലാണ്. അങ്ങനെ 2 പേരും വേർപിരിയുന്ന അവസരത്തിൽ സാഹിൽ അജ്മീറിൽ പഠിക്കാൻ പോകുന്നു. ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ, സാഹിൽ അജ്മീറിൽ എത്തിക്കഴിഞ്ഞ് ബേലയ്ക്ക് കത്തെഴുതുകയാണ്. അപ്പം ആ ലെറ്റർ എഴുതാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. റിസൾട്ട് വന്ന ദിവസത്തെ സാഹിലിൻ്റെ ഡയറി, ബേലയുടെ ഡയറി, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഒരുപാട് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ. അതുപോലെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഈ 1ാം പാഠത്തിലെ ബീർബഹുഡി എന്ന കഥയെ നാടകമാക്കി സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പേര് കൊടുക്കുക അല്ലേ. ബീർബഹുഡി നാടക കാ മഞ്ചീകരൻ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എവിടെ വെച്ചാണെന്നും ദിവസവും ഡേറ്റും ആരാണ് അവതരിപ്പിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് തരാറില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബാദൽ കോ ദേഖ് കർ ഡുലാന ചാഹിയെ എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ്, ഗാന്ധിജിയുടെ പ്രതിമ പോലും പുഞ്ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യനും നോക്കി വെച്ചേക്കുക. 2 മാർക്കിനൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഗ്രാമറായിട്ട് പറയുകയാണെങ്കിൽ കാ കെ കിയുടെ നിയമം നിങ്ങൾ നോക്കി വെക്കണം. കാ കെ കിയുടെ നിയമം എല്ലാവർക്കും അറിയുന്നതാവും.
ക എന്നത് ചേർക്കണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു പുല്ലിംഗ ശബ്ദമായിരിക്കണം. കീ ആണ് വരേണ്ടതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു സ്ത്രീ ശബ്ദമായിരിക്കണം. കെ ആണെങ്കിൽ ബഹുവചന പദമായിരിക്കണം. രവിവാർ കാ ദിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണി എഴുതിയത് നരേഷ് സക്സേനയും കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലാണ്. അപ്പോൾ വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയെ ആസ്പദമാക്കി നരേഷ് സക്സേന എഴുതിയ ഒരു കുറിപ്പാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ കവിതയുടെ ആശയം വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിരാശവാനായ ഒരു വ്യക്തിയെ കാണുകയും ആ വ്യക്തിക്ക് എന്തോ സങ്കടമുണ്ടെന്ന് തിരിച്ചറിയുകയും ആ വ്യക്തിയെ പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ നിരാശയെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ആ കവിത വരി ഇതൊക്കെ തന്നിട്ട് ചോദിക്കും, കോൻ കോൻ സാത്ത് ചലെ, ആരാണ് കൂടെ നടന്നു എന്ന് പറയുന്നത്. അവിടെയൊന്നും കൺഫ്യൂഷൻ വരാൻ പാടില്ല. കവിയും ഹതാശ് വ്യക്തിയുമാണ് കേട്ടോ. ഒരു തവണ ആ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഈ കവിതയിൽ എന്തെല്ലാം പറഞ്ഞു എന്നാണ് നരേഷ് സക്സേന പറയുന്നത്. കവിതയുടെ പ്രത്യേകതകളെയൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഭാഷയ്ക്ക് നല്ല ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. കുറച്ച് വാക്കുകളിലൂടെ ഒരുപാട് സന്ദേശം നൽകിയിട്ടുള്ള കവിതയാണെന്ന് പറയുന്നുണ്ട്. കവിതയുടെ മർമ്മം അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജാനിന എന്ന വാക്കാണ് പലതവണ ആവർത്തിച്ച് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ജാനിന എന്ന വാക്കിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടിനെ തികച്ചും മാറിമറിക്കുന്ന ഒന്നാണ് ഇവിടെ വിനോദ് കുമാർ ശുക്ൽ ഈ കവിതയിലൂടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ജാനിന കാ അസലി ആധാർ ക്യാ ഹെ, അറിയുക എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഹതാശ, നിരാശ, അസഹായത, സങ്കടമാണ് എഴുതേണ്ടത്. അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളൊരാളെ പേരുകൊണ്ടല്ല അറിയേണ്ടത്, അല്ലെങ്കിൽ വയസ്സുകൊണ്ടല്ല അറിയേണ്ടത്, അവരുടെ പ്രയാസങ്ങളെയാണെന്നാണ് കേട്ടോ. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് പരീക്ഷയ്ക്ക് ചോദിക്കും. അസലി ആധാർ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഹതാശ, നിരാശ, അസഹായത, സങ്കട്. എന്നാൽ ഹമാരി രൂട്ടി ക്യാ ഹെ അങ്ങനെ ചോദിക്കും. നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാലാണ് നിങ്ങൾ ഏതെഴുതേണ്ടത്? നാമ്, പദ, ഉമ്ര, ഓഹദ, പേര്, വയസ്സ്, അഡ്രസ്സ്, ജാതി, ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ കൈസേ ജാനിന ചാഹിയെ, എങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയേണ്ടത്? ആ വ്യക്തിയുടെ പേരോ വയസ്സോ അഡ്രസ്സോ അറിയുന്നതിന് പകരം നമ്മൾ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെയാണ് അറിയേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? एक व्यक्ति के नाम, पद, उम्र, ओहदे, जाति आदि जानने के बदले हम उस व्यक्ति के हताशा, निराशा, സഹായത, സങ്കട को जानना चाहिए. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. പിന്നെ ഈ കവിതയുടെ സന്ദേശം എന്തെന്ന് ചോദിക്കും. മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ വാക്യ പിരമിഡിലൊക്കെ ഇതിൽ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. വാക്യ പിരമിഡ് എഴുതാൻ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ മനുഷ്യത്വത്തെക്കുറിച്ച് ഒരു പക്ഷേ പോസ്റ്ററൊക്കെ ചോദിച്ചേക്കാം. അതുപോലെ സൂചനകളൊക്കെ തന്നിട്ട് മനുഷ്യതയെക്കുറിച്ച് ലഘുലേഖ്, ചെറിയ ലേഖനം തയ്യാറാക്കാനും ചോദിക്കും. നെക്സ്റ്റ് വൺ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് നമ്മുടെ ധർമ്മവീർ ഭാരതിയാണ്. അത് ഓർത്തു വെക്കുക. ഇവിടെ ഇതൊരു പ്രതീകം തന്നിട്ടുള്ള കവിതയാണ്, പ്രതീകാത്മകമായ കവിതയാണ്. മേം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ആരെയാണ്? ടൂട്ടാ പഹിയയാണ്, പൊട്ടിയ ചക്രത്തെയാണ് അല്ലേ. ഇവിടെ അഭിമന്യുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് ചോദിക്കും. ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ്? ഒരു ആം ജനത, ഒരു സാധാരണക്കാരനായ ഒരു പാവം മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ കടന്നു വരുന്നത്. ഇവിടെ മേം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ ടൂട്ടാ പഹിയയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലോഹാലേന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സാമ്നാകർണ, യുദ്ധം ചെയ്യുക എന്നുള്ളൊരർത്ഥമാണ്, നേരിടുക എന്നുള്ളൊരർത്ഥമാണ്. അതുപോലെ തന്നെ അവിടെ ചുനൗത്തി ഉണ്ട് അല്ലേ, അതിൻ്റെ മറ്റൊരു വാക്കാണ് ലൽക്കാർ, പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതുപോലെ അചാനകി എന്ന വാക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു വാക്കുണ്ട് അവിടെ, സഹസ എന്ന് പറയുന്നത്. അതുപോലെ നിഹത്തി ആവാസ് കിസ്കി ഹെ, ആരുതാണ് നിരായുധമായ ശബ്ദം എന്ന് പറയുന്നത്? അഭിമന്യുവിൻ്റേതാണ്. അതുപോലെ असत्य किसका पक्ष में, बड़े बड़े महारथियों के पक्ष में असत्य है. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് മാച്ച് ദി ഫോളോയിങ് ചോദിക്കാൻ പറ്റിയ ഒരു കവിതാഭാഗം തന്നെയാണ്.
പ്രതീകങ്ങളൊക്കെ അപ്പുറത്ത് തന്നിട്ട് ഇപ്പുറ സൈഡിൽ ആളുടെ പേര് തരാം. അതല്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവിതാ ഭാഗം തന്നിട്ട് ആശയം ചോദിക്കും അല്ലേ. ആശയം ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും എങ്ങനെയാണ്, ആദ്യം കവിയെ സൂചിപ്പിക്കണം. ധർമ്മവീർ ഭാരതിയെക്കുറിച്ച് 2 സെൻറ്റൻസൊക്കെ എഴുതിയ ശേഷം ये कविता सुंदर है, इस कविता में कवि टूटा पहिया के बारे में कहते हैं, लघु मानवी के बारे में चित्रित किया है, यही एक प्रतीकात्मक रचना है, മഹാഭാരത യുദ്ധ पर ആധാരിത എന്നൊക്കെ പറഞ്ഞ് 2-3 ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് തന്നിരിക്കുന്ന വരികളെക്കുറിച്ച് ഗദ്യരൂപത്തിലേക്ക് എഴുതുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൊടുക്കുക. ആ രീതിയിൽ ആശയം വന്നു കഴിഞ്ഞാൽ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമർ പോർഷൻസിൽ നമ്മളിപ്പോൾ 1, 2, 3 ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്തതെങ്കിലും വിശേഷൺ ശബ്ദം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്താണ് വിശേഷൺ ശബ്ദം? ഒരു എന്തെങ്കിലും പേരുകളെ വിശേഷിപ്പിച്ച് പറയുന്നത്. പേരെന്ന് ഉദ്ദേശിച്ചത് ആളുകളുടെ പേര് മാത്രമല്ല, ഒരു വസ്തുവിൻ്റേതാകാം, സ്ഥലത്തിൻ്റേതാകാം, അതിനെയൊക്കെ വിശേഷിപ്പിച്ച് പറയുന്ന പദമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 4ഓളം ഓപ്ഷൻ തരും. അതിൽ നിന്ന് വിശേഷണ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒരിക്കലും ഒരു സാധനത്തിൻ്റെയും പേരുകൾ എന്തല്ല, വിശേഷണ പദമല്ല. പിന്നെ എങ്ങനെയാണ് വിശേഷണ പദം കണ്ടുപിടിക്കുക? നമ്മൾ പറയില്ലേ നല്ല കുട്ടി, അവിടെ കുട്ടിയാണോ നല്ലത് എന്നതാണോ വിശേഷണ പദം? നല്ലത് എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അച്ഛ ആത്മി, അവിടുത്തെ വിശേഷണ പദം ഏതാണ്? അച്ഛ. ബഡാ ആത്മി, ബഡ എന്നുള്ളതാണ് ഉത്തരം. നീലേ ആസ്മാൻ, ഏതാണ്? നീലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതാൻ പഠിച്ചിട്ടുണ്ടാവണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പത്ര ലെറ്റർ, ഡയറി, പട്കഥ സ്ക്രിപ്റ്റ്, ആശയം. പിന്നെ വരിയുടെ ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറയും. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം വരി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെയുള്ള ഒന്നാണ് സർവനാം. എന്താണ് സർവനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്ക, ഇസ്കി, ഉൻകോ, ഇൻകെ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് അതിലെ സർവനാമം ഏതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ഉസ് വന്നാൽ വഹ്, ഇസ് വന്നാൽ യഹ്, ഉന്ന് വന്നാൽ വേ, ഇൻ വന്നാൽ എ. സർവനാമത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെയുള്ളതാണ് വിശേഷണ ശബ്ദ്. വിശേഷണ ശബ്ദ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നോക്കേണ്ടതാണ് സമാനാർത്ഥി ശബ്ദ്. സെയിം അർത്ഥം വരുന്ന വാക്കുണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് പാരഗ്രാഫിൽ തന്നെ ആ സംഭവം ഉണ്ടാകും. നിങ്ങൾക്ക് വേറൊരു വാക്ക് തരിക, പക്ഷേ പാരഗ്രാഫിൽ നിന്ന് വാക്ക് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസ് എന്ന രീതിയിലായിരിക്കും തരിക. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. വാക്യ പിരമിഡ് എഴുതാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, 3-4 വരി നിങ്ങൾ എഴുതണം. ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടാകും, അവ ചേർത്തുകൊണ്ട് വികസിപ്പിച്ച് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. പാഠഭാഗങ്ങളുടെ എഴുതിയ ലേഖകന്മാരും പാഠഭാഗം എന്തായിരുന്നു എന്ന് പഠിക്കുക. ഓരോ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചേക്കുക. സമാനാർത്ഥി ശബ്ദങ്ങൾ നോക്കുക, വിശേഷണ ശബ്ദങ്ങൾ നോക്കുക, കവിതാവരിയുടെ ആശയം വന്നാൽ എങ്ങനെ എഴുതുമെന്ന് നോക്കുക, ഡയറിയുടെ മോഡൽ എന്താണെന്ന് നോക്കുക, പട്കഥ എങ്ങനെ എഴുതുന്നു നോക്കുക. പിന്നെ അതുപോലെ തന്നെ ടിപ്പണി ചോദിക്കും. എന്താണ്? ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കും കേട്ടോ. ഇപ്പോൾ സുരേന്ദർജി മാട്ട് സാബ് കെ ബാരേമേ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ നിങ്ങളെ ഹെഡിങ് എഴുതിയിട്ട് വേണം എഴുതാൻ. സാഹിലിൻ്റെയും ബേലയുടെയും സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പോസ്റ്റർ വരുമ്പോൾ ചിലപ്പോഴും സങ്കോഷ്ടി എന്നൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് സങ്കോഷ്ടി? സെമിനാറാണ്. ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ പറയും. അപ്പോൾ സങ്കോഷ്ടി എന്ന വാക്ക് നിങ്ങളവിടെ കൊടുത്തിട്ടുണ്ടാകണം, വിഷയമുണ്ടാകണം, അതുപോലെ സമയമുണ്ടാകണം. ഓക്കെ. അപ്പോൾ നമ്മൾ ബീർ ബഹുഡി എന്ന കഥയെക്കുറിച്ചും അതുപോലെ തന്നെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണിയും ടൂട്ടാ പഹിയ എന്ന കവിതയെക്കുറിച്ചും ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന്. അപ്പം വരും ക്ലാസ്സിൽ നമുക്ക് 2ാമത്തെ യൂണിറ്റിൽ അയാം കലാം കി ബഹാനെ എന്ന പാഠഭാഗവും അതുപോലെ തന്നെ സബ്സെ ബഡെ ഷോമാൻ എന്ന പാഠഭാഗത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് ക്ലാസ്സാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. താങ്ക്